ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വന്ന എൻ്റെ ജേണിയെക്കുറിച്ചാണ്. അതായത് നീറ്റ് പ്രിപ്പറേഷൻ ജേണിയെക്കുറിച്ച്. സത്യം പറഞ്ഞാൽ അങ്ങനെ പ്ലാൻ ഇല്ലാത്ത കുട്ടിയായിരുന്നില്ല, നല്ലൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. +2 കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന്, അതായത് എവിടെ നിന്ന് തുടങ്ങണമെന്നായിരുന്നു എനിക്കറിയാതിരുന്നത്. നീറ്റ് എക്സാം എഴുതണം, എന്നാലാണ് MBBS പഠിക്കാൻ പറ്റൂ എന്നൊക്കെ എനിക്കറിയാമായിരുന്നു. അങ്ങനെ പ്രിപ്പറേഷന് വേണ്ടി 1 ഇയർ എടുത്ത് ഇരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല എവിടുന്ന് തുടങ്ങണം, ഏതാണ് ബെസ്റ്റ് എനിക്ക്, അതുപോലെ ഞാൻ എങ്ങനെ പഠിക്കും, അങ്ങനെ ഒന്നും എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാനും 1 ഇയർ ഇരുന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കൊരുപാട് കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഇത്രയും കാലം ലൈഫിൽ കിട്ടാത്ത ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കിത്. പഠിത്തത്തിൻ്റെ അപ്രോച്ച് മാറി, അതേപോലെ എന്താ പറയുക, ലൈഫിൻ്റെ ഓവറോൾ കാര്യങ്ങൾ മാറി. എൻ്റെ മൈൻഡ് സെറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതേപോലെ എൻ്റെ വീക്ക് എന്താണ്, എൻ്റെ സ്ട്രോങ് പാർട്ട് എന്താണ്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയ ഒരു നീറ്റ് പ്രിപ്പറേഷനിൽ. ഒരുപാട് ഫോൾട്ടുകളുണ്ടായി, ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും ഉണ്ടായി ലൈഫിൽ. നല്ല ഫ്രണ്ട്സിനെ കിട്ടി നീറ്റ് ജേണിയിൽ. അതേപോലെ ഒരുപാട് എക്സ്പീരിയൻസുകൾ കിട്ടി ഈ ഒരു 1 ഇയർ കൊണ്ട് മാത്രം. എക്സാം ഹാളിൽ എനിക്ക് മെയിൻലി എൻ്റെ എക്സാം ഹാളിൽ ഞാൻ പോകുന്ന ടൈമിൽ ഭയങ്കര പേടിയായിരുന്നു. എന്നുവെച്ചാൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ലൈഫിൽ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. ആ എക്സാം എഴുതി പുറത്തോട്ട് ഇറങ്ങുമ്പോഴും എനിക്ക് എൻ്റെ ആ ഒരു ഇതിൽ നിന്ന് എക്സാം കഴിഞ്ഞിറങ്ങി വരുമ്പോൾ ഞാൻ ഭയങ്കര സാഡായിട്ടായിരുന്നു 2026 എക്സാം എഴുതി കഴിഞ്ഞ് വരുമ്പോൾ. കാരണം എൻ്റെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് എനിക്ക് ആ നീറ്റ് എക്സാം നന്നായി ഇത് ചെയ്യാൻ പറ്റാതിരുന്നതെന്ന്. കാരണം ഞാൻ നന്നായി പഠിച്ചില്ല എന്നൊരു കുറ്റബോധം എന്നെ നന്നായിട്ട് വേട്ടയാടി. കാരണം ആ എക്സാം കഴിഞ്ഞിട്ടുള്ള ഡേയ്സ് എന്ന് പറയുമ്പം എനിക്ക് ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ളൊരു സമയമായിരുന്നു. കാരണം ഞാൻ പൊട്ടിക്കരയുകയായിരുന്നു ഇരുന്ന്. എനിക്ക് എന്ത് പറയണമെന്ന് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു ഔട്ട് ഓഫ് കൺട്രോളിലായി. ഇനി എന്ത്, അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥ, ഏകദേശം കിളി പോയെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ആ ഒരു പ്രിപ്പറേഷൻ ജേണി കടന്ന് ഞാൻ എൻ്റെ മനസ്സിനെ അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് 2026 കിട്ടില്ല, എൻ്റെ മിസ്റ്റേക്കാണ്, ബട്ട് ഇനിയും ഒരിക്കലും അത് സംഭവിക്കരുത്, 2027 നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് മനസ്സിനെ പാകപ്പെടുത്തി ഞാൻ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് എക്സാം ക്യാൻസൽ ചെയ്ത് റീനീറ്റ് എക്സാം വരുന്നു എന്ന്. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. കാരണം ഓൾറെഡി ഒരു പണി കിട്ടിയിരിക്കും, അതിൻ്റെ പുറത്തൊന്നും കൂടെ എന്ത് ചെയ്യണമെന്നറിയാത്ത ഭയങ്കര ഒരു കൺഫ്യൂസ്ഡായിപ്പോയി. കാരണം 2027 കോൺസെൻട്രേറ്റ് ചെയ്യണോ, 2026 കോൺസെൻട്രേറ്റ് ചെയ്യണോ, ഏതിനിപ്പോൾ വേണം, ഈ റീനീറ്റ് എക്സാം ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അവസാനം ഞാൻ തന്നെ ഇരുന്ന് കരഞ്ഞു, എന്തൊക്കെയോ ചെയ്തു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇവിടെ ഇപ്പം 1 മന്തേ ഉള്ളൂ, എന്നെക്കൊണ്ട് പറ്റുന്നത് ഒരു കയ്യോളം, ഒരു കുഞ്ഞിതോളമാണ്, എനിക്കൊരു കൊച്ചു പെർസെൻറ്റേജാണ് എനിക്ക് ചിലപ്പോൾ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത്. അത്രയും മതി, അത്രയും മാത്രം ഇമ്പ്രൂവ് ചെയ്യുക എന്ന് ഞാനൊരു ഡിസിഷൻ എടുത്തു. അപ്പം അങ്ങനെ ഒരു ഡിസിഷനിലാണ് അവസാനം ഞാൻ എത്തിയത്. പിന്നെ നമ്മളൊരു പ്രിപ്പറേഷൻ ജേണിയിൽ നിൽക്കും, അതായത് നമ്മുടെ പ്രിപ്പറേഷൻ എന്നല്ല, നമ്മളൊരു ഡ്രീമിലേക്ക് ചെല്ലുമ്പം, ഒരു ഡ്രീം നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നമ്മൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ അതൊരിക്കലും അത്ര സിമ്പിളായിരിക്കില്ല. അതായത് കുറേ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഒന്നും അത്ര ഈസി അല്ല. അപ്പോൾ പറയാനുള്ള ഒന്നേ ഉള്ളൂ, നമ്മൾ വർക്ക് ചെയ്യണം, വർക്ക് ചെയ്യാതെ റിസൾട്ട് നോക്കിയിരിക്കരുത്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എനിക്കിത് പറയാനായിട്ട്. നിങ്ങൾ നന്നായിട്ട് 100% എന്ന് ഞാൻ പറയില്ല, അതിപ്പോൾ 91% ആയെങ്കിലും മതി, നിങ്ങളെക്കൊണ്ട് പറ്റുന്നത്. ഇവിടെ ഒരിക്കലും സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതല്ല എന്നൊരു അണ്ടർസ്റ്റാൻഡ് എനിക്ക് മനസ്സിലായി. അപ്പം ഇതായിരുന്നു എൻ്റെ ജേണി. അപ്പം ഇനിയും ഞാൻ എൻ്റെ ഈ ഒരു ജേണിനെ എന്തൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിൻ്റെ മാത്രം ഒരു വീഡിയോ ഞാൻ ഇനി ഇടുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.